നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ചക്ക വറുത്തതാണ്. അപ്പോൾ നമ്മൾ ചക്ക ചോളയൊക്കെ പറിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കോരിയിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഫ്രൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി തിളച്ച് മറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചക്ക ചെറുതായി അരിഞ്ഞത് എടുത്തിടുകയാണ്. നമ്മൾ എണ്ണ നല്ലോണം ചൂടായതുകൊണ്ട് ഇട്ടതും നന്നായി ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ആവുന്ന ചക്ക നമുക്ക് ഇങ്ങനെ ചെറുതായി ഒരു ചട്ടുകം വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് ചക്ക നന്നായി വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ ചക്ക നന്നായി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് കോരിയെടുക്കണം. നല്ല തിളച്ച എണ്ണയാണ്, അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിച്ച് മാത്രം കോരിയെടുക്കുക. ഇത് ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏകദേശം എനിക്ക് നേരിട്ടുള്ള കാഴ്ചയിൽ അത്യാവശ്യം ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ കോരിയെടുക്കാൻ പോവുകയാണ്. ഇത് നന്നായി എണ്ണ വറ്റിയ ശേഷം മാത്രം ഇത് പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ ആദ്യ സെറ്റിൽ കോരിയിട്ടത് ഇവിടെ ഉണ്ട്. കുറേശ്ശെ നന്നായി എണ്ണ വറ്റിച്ച് പ്ലേറ്റിലേക്ക് മാറ്റുക. നമ്മളിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചക്കയിലേക്ക് ഇത് തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഈ സൊല്യൂഷൻ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെറുതായി തെളിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും 1-2 വട്ടം തെളിച്ച് കൊടുക്കുക. ഇത് അല്പനേരം സെറ്റാവാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് ചക്ക ഫ്രൈ റെഡി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.